ശ്രേഷ്ഠമായിരിക്കുന്ന ചൈതന്യം തന്നെയാണല്ലോ നിങ്ങളുടേത് അല്ലേ? ആരാലും അല്ലേ നിർവീര്യമാക്കി കളയാൻ പറ്റാത്തതിനും ഉപരിയായിട്ട് നിങ്ങളുടെ ഇരുവരുടെയും ചൈതന്യം ഈ നാട്ടിനും ഭക്തന്മാർക്കും അവോളം കൊടുത്തതായിരിക്കുന്ന ശക്തി സ്വരൂപിണികളാണ്. അതുകൊണ്ട് എങ്കിലും ഭഗവാനുള്ളതായിരിക്കുന്ന ഈ മുൻപത്തെ ആ കൺകടാക്ഷം കൊണ്ടൊന്ന് കാണുവാൻ കയ്യെടുത്തുവല്ലോ നിങ്ങളെ. ജീവിച്ചിരിക്കുന്നു ഭഗവാൻ. ഇതിൽപ്പരം സന്തോഷം ഭഗവാന് മറ്റൊന്നുമില്ല കേട്ടോ. നാല് മുന്നകത്തെ സ്രോതമാംബീതത്തോട് നാട്ടിരിക്കുന്നതായ മാതാവ് തന്നെയാണ്. എങ്കിലും മുഖരൂപമാംബീതത്തിലുള്ള ആ കൂടിക്കാഴ്ചക്ക് സർവ്വതിനാൽ പ്രധാനമാം വിധത്തിലൂടെ നാട്ടിരിക്കുന്നതായ സർവ്വതും മികവ് കാട്ടിയിരിക്കുന്നതായ സന്നിധാനം തന്നെയാണല്ലോ ഇത്. ആയത് പ്രകാരത്തെങ്കിൽ എന്റെ നഗരസഭയെ സർവ്വതുമാം വിധത്തിലുള്ള നാട്ടിരിക്കുന്ന കാര്യാദികൾക്ക് ഞങ്ങളോട് നാട്ടിരിക്കുന്നതായ കാബിനകത്ത് സർവ്വതുമാം വിധത്തിലുള്ള നാട്ടിരിക്കുന്നതായ ഭക്തിക്ക് കുറവിട്ടോ അല്ലേ? നിങ്ങൾ 19 കൂടി അല്ലേ ഇരുകരങ്ങൾ കൂട്ടി നിൽക്കുന്നതായിട്ടിരിക്കുന്ന സന്നിധാനം തന്നെയാണല്ലോ വെട്ടിക്കൊണ്ടോളൂ. ആയത് പ്രകാരത്തെങ്കിൽ വിളിച്ചെടുത്തുണ്ടോ? ഞങ്ങൾ തെളിച്ചെടുത്തുണ്ടോ? ഒരു തെളിച്ചം പരിപൂർണമായി എങ്ങനെയാണ് തെളിച്ചം പോരാ എന്ന് ചില ഇവിടെ കല്ലാടിമാരുണ്ടോ? ആരും വരുന്നില്ല. കല്ലാടി ആയത് പ്രകാരത്തെങ്കിൽ ദേവതയാം വിധത്തോട് നാട്ടിരിക്കുന്ന മന്ത്രോപചാരണങ്ങൾ ഇല്ലാത്തക്ക ബന്ധം സർവ്വതുമാമ്പയത്തോട് നാട്ടിരിക്കുന്ന 4 കണ്ടങ്കല്ലുകൊണ്ട് വെച്ചിരിക്കുന്ന ആരാധനമൂർത്തി തന്നെയാണ്. എന്റെ പഴമൊഴിയാകുന്ന നിരയത്തിലുള്ള നാട്ടിരിക്കുന്ന കല്ലാടിമാരുണ്ടോ? ഇവിടെ ഡാണ്ട് കഴിഞ്ഞിരിക്കുന്നതായ കല്ലാടിത്തമാരില്ലേ? എന്റെ മടിക്കയപ്പന്റെ സ്ഥലം ഭേദമായിട്ട് ഇന്നേക്കും കൂടി ഇല്ലെങ്കിൽ പിന്നെ ഒന്നാട് ശാസ്താവിന്റെ സ്ഥലം ഭേദമായിട്ട് ആ ചൈതന്യം ഉണ്ടല്ലോ. ആണ്ട് കഴിഞ്ഞിരിക്കുന്നതായ ആ കല്ലാടിത്തന്മാരെ പരിപാലിച്ചു പോയിരിക്കുന്നതായ പാവങ്കോട്ടയാണുള്ളത്. എങ്കിൽ കുമാർ നിൽക്കുന്ന ബ്രഹ്മാവ് അന്ന് പിതൃമാമ്പതത്തോട് നാട്ടിക്കുന്ന സന്നിധാനത്തെങ്കിൽ ജനിപ്പിച്ചു വിടുമ്പോൾ ആയുസ് എങ്കിലും അവനവന്റെ താമ്പയത്തോട് നാട്ടിക്കുന്ന കർമ്മങ്ങൾ കൊണ്ടാണ് ആയുസിന് ദീർഘായുസായിട്ട് നിൽക്കുന്നത് അല്ലേ? കർമ്മങ്ങളിൽ ശ്രദ്ധയാണോ? ഉണ്ടോ? കല്ലാടിമാരുണ്ടോ? ഇന്നലെ വൈകിട്ട് വരെ പരികർമ്മി മാത്രമേ ഉണ്ടായിരുന്നു. മുൻപോട്ട് നിൽക്കുകയല്ല കല്ലാടി. ഇതിന്റെ ആകുമ്പോഴത്തോട് നാട്ടിക്കുന്ന തീരന്തലയ്ക്ക് ഞാൻ ചൊല്ലിയ മൊഴികളാണ് അല്ലേ? എങ്ങനെയാണ് ഞങ്ങളിൽ നിന്നിരിക്കുന്നതായ ആ പര്യായം വേണ്ടേ നിങ്ങൾ? എങ്ങനെയുണ്ട്? സംക്രമം മാത്രം കഴിക്കാനായിട്ട് വരാൻ പറ്റില്ല. സംക്രമം അല്ലേ? എങ്കിലും ചർമ്മകം അല്ലെ സംക്രമമാകുമ്പോഴത്തോട് നാട്ടിരിക്കുന്ന കാര്യാദികൾ ദിനം പ്രതി ഉണ്ടോ? ായിട്ടിരിക്കുന്ന കാര്യാദികളല്ല അല്ലെ? സർവ്വതുമാമ്പയത്തോട് നാട്ടിരിക്കുന്നതായ എന്റെ കുഞ്ഞികളാങ്ങൾ വിളിച്ചിരിക്കുന്ന വിളിയിൽ ഓർവളിയിൽ അല്ലെ ഒതിച്ചു നിൽക്കുന്നതായിട്ടിരിക്കുന്നതായ ആ 3 പേരാണ് അല്ലേ? പിന്നെ എന്തുകൊണ്ട് പറഞ്ഞു നിന്നു? താഴ്വഴികളില്ലേ നിങ്ങൾക്ക്? ഉണ്ടോ? അല്ലാടി താഴ്വഴികളുണ്ടോ? 4 കുഞ്ഞുകുട്ടി കുടുംബാധീനങ്ങളില്ലേ? ഭക്ഷിയെന്നിരിക്കുന്നതായ രസത്തെ കളങ്കപ്പെടുത്തുന്നുണ്ടോ? ഞാനൊരു അങ്ങനെയുള്ള നാട്ടിരിക്കുന്ന കർക്കശമായിട്ടിരിക്കുന്നതായ കാര്യാദികൾ ബോധിപ്പിക്കട്ടെ അല്ലേ? എങ്കിൽകുമാർ നിൽക്കുന്നതായ നിങ്ങൾ തലമുറകൾക്ക് നിന്നിരിക്കുന്നതായ അല്ലേ ജനേന്ദ്രിയമായിട്ടിരിക്കുന്ന ഗർഭപാത്രത്തെ മറിച്ചിടണോ ഞാൻ? വേണോ? ആയത് പ്രകാരത്തെങ്കിൽ കല്ലാടി വാ എന്തിരിയ ആയത് പ്രകാരത്തെങ്കിൽ നിന്റെ താമ്പയത്തോട് നാട്ടിലെ നിറഞ്ഞിരിക്കുന്ന 12 സംക്രമവും നിറഞ്ഞിരിക്കുന്നതായ ഉൾഭക്തി സർവാധിമാമ്പയത്തോട് നാട്ടിരിക്കുന്ന ദൈവചൈതന്യമായിട്ട് ഞങ്ങൾ ഉൾക്കൊണ്ടു. എങ്കിലും നിനക്ക് കേടുവരാത്തക്കവണ്ണം നിന്റെ ആംഗികത്തിന് സർവ്വതുമാമ്പയത്തോട് നാട്ടിക്കുന്ന നീ വിളിച്ചെടുത്ത് ഞാനില്ലേ? ഉണ്ടോ? നിങ്ങളോ? എങ്ങനെയാണ് നിന്റെ ആംഗികം? ഇങ്ങനെ വേണോ? സർവവൃഷ്ടിയാമ്പയത്തോട് നാട്ടിക്കുന്ന ദേവതകളെ ആരാധനമൂർത്തിയായിട്ട് ഭവനത്തെങ്കിൽ വെച്ച് ആരാധിച്ച് എന്റെ കാവാധാരമായിട്ട് നമിക്കുന്നുണ്ടോ നിങ്ങൾ? എങ്ങനെ വരുന്നു? അല്ലെ 19 കൂടിയിരിക്കുന്ന ആ സഭയെങ്കിൽ ഇനിയൊരു വാക്കുകൾ അല്ലെ വരുന്നെന്നിരിക്കുന്നതായ പൊഴുതെങ്കിലും വേണ്ട. എല്ലാ കാര്യങ്ങളും ചെയ്തോളും. പക്ഷെ അവിടെ ആരും ഇല്ല. ഇങ്ങനെ ഒരു നാമത്തിന് ഒരു തരി വേണ്ടേ കല്ലാടി?
ായ ഈ പ്രാവശ്യം കഴിഞ്ഞില്ല ഈ പ്രാവശ്യം വന്നില്ല. അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കുറച്ച് നാൾ വരലുണ്ട്. ഈ പ്രാവശ്യം വന്നിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാലോ, വരലുണ്ട്. കല്ലാടി എന്തിനാന്നൊരു ഒളിച്ചുകളി അങ്ങനത്തെ ഒന്നുമില്ല. നമ്മളെ പ്രകാരത്തുമണ്ണം കാവുംകോട്ട ആധാരമായിട്ട് മനസ്സിലുമില്ല അത്. കാവുംകോട്ട ആധാരമായിട്ട് 4 കുഞ്ഞുകുട്ടി കുടുംബാധീനത്തിന് കയ്യേറ്റി പിടിക്കുന്നുണ്ട്. കാട്ടുമുഖത്ത് പിടിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ആരെങ്കിലും ഒരാളാ അവിടെ നിങ്ങളായിരിക്കുന്ന ഒരു അനുഭവം കൊടുത്തതിന് ശേഷം ഇവിടെ വന്ന് എല്ലാ കർമ്മവും ചെയ്തു നിങ്ങൾ ഗോപികന്മാരുടെ കരത്തിൽ നിന്ന് നിങ്ങൾക്ക് വീണിട്ടതായിരിക്കുന്ന മഹാഭാഗ്യമല്ലേ അത്. അതുകൊണ്ട് ഇതിന് മുടക്കം വരുന്നതാണ്. എന്താണോ വിധിയാൻ പ്രകാരത്തിൽ നമുക്ക് ഇവിടെ വേണ്ടത് അത് ചെയ്തോ. അല്ലേ, ഇനി വരും കാലങ്ങളിൽ അതിലുള്ളതായിരിക്കുന്ന ആഗ്രഹങ്ങൾ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ, ഒരാളിപ്പോൾ ശുദ്ധി ചെയ്യുവാനുള്ളതായിരിക്കുന്ന കർമ്മങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കുഴപ്പം വന്നിട്ടുണ്ടെങ്കിൽ ആളൊരു കർമ്മി വേണം, സംക്രമണം. അപ്പൊ അതിന് ബദലായിട്ട് ഒരാൾ നാളെ നിങ്ങളതായിരിക്കുന്ന കുഞ്ഞുമക്കൾക്കാണ് അതിൻ്റെതായിരിക്കുന്ന വേദനകൾ അനുഭവിച്ചു വരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പൂർവികന്മാർ ചെയ്യുന്നതായിരിക്കുന്ന ആ തെറ്റാണ് നിങ്ങൾക്ക് അനർത്ഥമായിട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വരും തലമുറകൾക്ക് അങ്ങനെയുള്ളതായിരിക്കുന്ന അനർത്ഥം വരുത്താതെ നിൽക്കാൻ നിങ്ങൾ കാണിക്കുന്നതായിരിക്കുന്ന ഉത്തരവാദിത്വം നിശ്ചയമായിട്ടും കാണിച്ചേ പറ്റും. ആൾത്തരങ്ങളുണ്ടോ ഉത്തരവാധാരമായിട്ട് അത് ഇന്ന് തന്നെ അതിന് വേണ്ട വിധം വിധിയാൻ പ്രകാരത്തം നമ്മൾ ചൊല്ലിക്കൊടുത്തിട്ട് എവിടെയാണോ പാശം അറ്റുപോയത് അത് കൂട്ടി യോജിപ്പിക്കുന്നതായിരിക്കുന്ന ഭാഗ്യം ഉണ്ടാക്കി തരും. അതിന് മുൻപിട്ട് നിന്നാൽ മാത്രം മതി. ഞങ്ങൾ മൂവരുണ്ടല്ലോ. സകലവിധാനമായിട്ടിരിക്കുന്നത് ഇനി വരും കാലത്ത് ഇങ്ങനെ ഒരു മൊഴിക്ക് കട ഉണ്ടായിക്കൂടാ കേട്ടോ. ഇത് അങ്ങനെ മുറിഞ്ഞിരിക്കുന്ന ആ പാശത്തെ അല്ലെ ചേർത്തുകൊണ്ട് നിങ്ങൾ ഒരു പാശമായിട്ട് തന്നെ ചെല്ലാറുണ്ടോ? ഇവിടെ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി ഞങ്ങൾ ചെയ്യുന്നു. എന്റെ കല്ലാടിമാർ ചെയ്യേണ്ടടുത്ത് നിങ്ങൾ ചെയ്താൽ ഈ ലോകരെ അനേകം കാലങ്ങളായിട്ട് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ചെയ്തു പോരുന്ന കർമാദികളാണ് അല്ലേ. ഇവരതായിരിക്കുന്ന ശ്രേയസ് മാത്രമല്ല ഈ നാട്ടിനും നഗരത്തിനും ഇവിടെ കൂടിയതായിരിക്കുന്ന ഭക്തന്മാർക്കും വേണ്ടിയിട്ടാണ് ഇവര് ഊണം ഉറക്കവും ഉപേക്ഷിച്ച് ചെയ്തു പോരുന്നത്. അങ്ങനെ ചെയ്തു പോരുന്ന കാലനേരത്ത് നിങ്ങളതായിരിക്കുന്ന ഭാഗത്ത് നിന്ന് അല്പമാത്രമായിരിക്കുന്ന മുഷിച്ചലാണെന്ന് വരികിലും അത് നാളെ വലുതായിരിക്കുന്ന അനർത്ഥത്തിന് ഇടയുണ്ടാക്കും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കായ തക്കവണ്ണം തന്നെ ഏതാണോ കർമ്മം നിങ്ങൾ ചെയ്യേണ്ടത് ആ കർമ്മം വിധിയാൻ പ്രകാരത്തും വേണം അനുഷ്ഠിച്ചോ. ആയിരിക്കട്ടെ, കർമാദികളമായിട്ടിരിക്കുന്ന തലമുറകളാൽ വന്ന് ചേരാനുള്ളതായിട്ടിരിക്കുന്നതായ ആശക്തിയും കൊണ്ടെത്തിക്കാനും അപ്രകാരം തന്നെ ആയിരിക്കട്ടെ. നാലുവിധമായ കുടുംബാധീനത്തിനും യാതൊരുവിധ മാറ്റം വരുത്താതെ തക്കവണ്ണം കാത്തുരക്ഷിക്കുന്നു. ഏറെയാകുമ്പോൾ എത്തുള്ളതായിരിക്കുന്നതായ കാര്യാദികൾ ബുദ്ധിപ്പിക്കേണ്ടതില്ല. എങ്കിലും മായ നിറഞ്ഞിരിക്കുന്നതായ കാലങ്ങളിൽ നമ്മൾ മൂവരും ചക്രത്തിരിക്കുന്ന സ്രോതസ്സായിട്ട് തന്നെ ഉദയ സൂര്യനെ പോലെ തന്നെ ഉദിച്ചിരിക്കുന്നു. കൊണ്ടാണ് ഈ മണ്ണും പെണ്ണും പ്രകമ്പനം കൊള്ളാനും അല്ലേ കൊണ്ട് സാധ്യമാകും. രസംകുളർക്കും ഭക്തന്മാരായിരിക്കുന്ന ആവലാദികളും വേവലാദികളും തീരും. അതുകൊണ്ട് ഭഗവാന് വേണ്ടിയിട്ട് അല്പം ആകാമല്ലോ. ഭഗവാന്റെ നാട്ടിലിരിക്കുന്ന സമയത്ത് കല്ലാടി എന്താണ് മൊഴികൊള്ളാനുള്ളത്? ആയതുകൊണ്ട് അല്ലേ പരബ്രഹ്മമാംബിതത്തോട് നാട്ടിരിക്കുന്ന കാര്യാദികൾ ഇവിടെ ഉണ്ടപ്പോൾ അല്ലേ ഇങ്ങനെയുള്ള നാട്ടിരിക്കുന്ന കാര്യാദികൾക്ക് അല്ലേ കല്ലാടിമാർ അല്ലേ അനേകമായിരം വിധത്തിലുള്ള നാട്ടിലായിട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും. അതിലുപരി നിങ്ങൾക്കൂടെ നാട്ടിരിക്കുന്ന സ്രോതസ്സും അതിലൂടെ നാട്ടിരിക്കുന്നതായ ധനപരമായിട്ടുള്ള സങ്കടങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ആ വിളിക്ക് ഞാൻ വന്നിട്ടുണ്ട് അല്ലേ അല്ലേ
കാലനാമ്പയത്തോട് നാട്ടിക്കുന്ന കാലഭാഷം എറിഞ്ഞപ്പോൾ നിനക്കുള്ള നാട്ടിക്കുന്ന ദേഹത്തെ പരിരക്ഷകയായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെയല്ലേ? പറയണ്ടല്ലോ അതല്ലേ വാ. ആർക്കാണ് എന്താണ് മൊഴിയുള്ളത്? മൊഴിയെല്ലാം എനിക്കായിട്ട് വേറൊന്നും പറയാനില്ല. ഇവിടെ വന്നാൽ തന്നെ വലിയ കമ്മിറ്റിക്കാരൊന്നും വലിയ മൈൻഡൊന്നും ആകല്ല. പിന്നെ വെറുതെ നമ്മുടെ അങ്ങനെയുള്ളതായ ഇവിടെ വന്നാൽ ആരും ഒരു വില വെക്കല്ല. പിന്നെ ഈ വില വെക്കാനായിട്ട് നമ്മോട് വന്നിട്ട് കാര്യമില്ല. എന്താണ് വേണ്ടത്? എന്റെ കല്ലാടിമാരുടെ നാട്ടിരിക്കുന്നതായ കാര്യാദികൾ വഹിക്കുന്നത് എന്റെ കർമ്മകർത്തമായിരിക്കും. ഇവിടെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഒരു ഇതും ഇല്ല. പിന്നെ എന്താണ് വേണ്ടത്? അതിന് വരുന്നില്ലല്ലോ. എന്താണ് വേണ്ടത്? ഇവിടെ വരുന്നില്ല. ഇവിടെ വന്ന് ഇന്നലെ സഹകരിച്ചാൽ വൈകിട്ടാണ് ഈ രണ്ടുപേരും പറഞ്ഞിരിക്കുന്നതായ ഒരാളെ കാണുന്നത് അവിടെ. എന്റെ 10 ചെയ്തു തരും. അത് മുൻപന്തിയിൽ അല്ലേ ഭയഭക്തിയോട് കൂടിയിരിക്കുന്നതായ ദേഹത്തെ ഇവിടെ കൊണ്ടുപോവാ. എങ്കിലും എന്റെ നായനാരുടെ സമക്ഷത്തെങ്കിൽ വന്ന സ്ഥിതിക്ക് നിങ്ങൾ പൂർണ്ണ ഭക്തതയോട് കൂടി വരണം. അല്ലേ അല്ലേ? ഇങ്ങനെ വരാവൂ. അങ്ങനെ തന്നെ നമ്മൾ വരലും. ഇതെന്തിനാണ് നിങ്ങൾ ധരിച്ചത്? അപ്പൊ അയ്യപ്പനെ കാണാൻ വേണ്ടിട്ട് തന്നെ. ആരാണ് അയ്യപ്പൻ? വിഷ്ണു അയ്യപ്പൻ അല്ലേ? സർവ്വതുമാമ്പയത്തോട് നാട്ടിക്കുന്ന കാര്യാദികൾക്ക് അന്ന് മോഹിനിയാമ്പയത്തോട് നാട്ടിക്കുന്ന നായനാർ അതെ അല്ലേ അന്ന് അവതരിച്ചു. സർവ്വതുമാമ്പയത്തോട് നാട്ടിക്കുന്നതായ 18 പടികൾ സർവം കൊണ്ട് വിപുലമാമ്പയത്തോട് നാട്ടിക്കുന്ന കാര്യാദികൾക്ക് അല്ലേ എല്ലാ കർമാദികൾക്കും അത് ദേഹം പിടിഞ്ഞ് അവിടെ കെട്ടിക്കാനുള്ള കാര്യാദികളാണ്. അല്ലേ? നെയ്യോ തന്റെ ദേഹമായിട്ട് ദഹിക്കുന്ന കാര്യാദികളാണ്. ഇവിടെ വേണ്ടേ? ഞങ്ങൾക്കും വേണ്ടേ? വേണം വേണം അല്ലേ? കലിയുഗമാമ്പയത്തോട് നാട്ടിക്കുന്ന ഭരതനെ കാണാൻ നിന്നിരിക്കുന്ന ആ ഭക്തിങ്കിൽ അല്ലേ അടിത്തറ വൃത്തിയായിട്ട് നോക്കണം. വേണ്ടേ? അത് നോക്കുന്നുണ്ടോ? എവിടെ? നിങ്ങളുടെ അടിസ്ഥാനം എവിടെയാണ്? എന്റെ കാപാധാരല്ലേ? അനേകമായിരം അല്ലെ വാക്കുകൾ കൊണ്ട് അനർത്ഥമാക്കാത്തക്കപ്പണ്ട് എന്റെ നാനാരുടെ സമസ്തത്തിൽ പന്തത്ത് നിറഞ്ഞെടുക്കുന്ന സഭയെങ്കിൽ അല്ലേ എന്റെ കല്ലാടിമാർ അല്ലേ ആക്ഷേപങ്ങൾക്ക് അല്ലേ വിധേയരായിരുന്നു. ആയതുകൊണ്ട് ഭക്തതുല്യരാമപേദത്തോട് നാട്ടിരിക്കുന്ന നിങ്ങൾക്ക് ഭക്തി സ്രോതസ്സായിട്ടിരിക്കുന്ന മന്ത്രങ്ങളോ ബാക്കിയുള്ള നാട്ടിരിക്കുന്നതായ കാരണങ്ങളോ ഒന്നുമില്ലാത്തക്കപ്പണ്ട ഭയഭക്തിയോട് കൂടി ഒരു തിരശ്ശീല കത്തിച്ചു വെച്ചാൽ അവിടെ പ്രത്യക്ഷമാകും ഞങ്ങൾ. അല്ലേ അല്ലേ? അനേകമായിരം അല്ലേ തലതല്ലിയത് കൊണ്ട് പ്രയോജനമില്ല. അയാളുടെ ശിരസാൽ വഹിക്കുന്നതൊക്കെ കാര്യാദികൾക്ക് സർവാധീനം കൊണ്ട് അല്ലേ ഭയപ്പാടില്ലാത്തക്കവണ്ണം എൻ്റെ 10 കൂടി വന്ന് ലയിച്ച് പ്രവർത്തിക്കണം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അവിടെ ദേവചൈതന്യമായിട്ടിരിക്കുന്ന ഞങ്ങൾ 3 പേരുണ്ട്. അല്ലേ? 10 അങ്ങനെ തന്നെയല്ലേ? അല്ലേ? 10 കയ്യാളി നിൽക്കുന്നതായ ഈ 4 കുന്നിനകത്ത് സർവ്വതമായിട്ടിരിക്കുന്നതായ എന്തെങ്കിലും കുറവുപടി വന്നിട്ടുണ്ടോ? ഉണ്ടോ കല്ലാടി? അല്ലേ? നിങ്ങളിൽ ഒരുവരാണ് എൻ്റെ കല്ലാടി. അല്ലേ? എൻ്റെ കല്ലാടിയുടെ ആംഗികം നോക്ക്. നിങ്ങളുടേതോ ക്ഷയിച്ചു പോകുമാറ് സങ്കടമുണ്ട് മാതാവി. അല്ലേ? അനേകമായിരമാകും വിധത്തോട് ആട്ടിരിക്കുന്ന 10 മാസം ഗർഭം ചുമന്ന് ഭൂമിയിലേക്ക് നയിച്ചത് നിങ്ങൾക്ക് ഇതിനു വേണ്ടിയാണോ? കർമ്മസുഹൃതമായിട്ടിരിക്കുന്നതായ കാര്യാദികൾക്ക് കർമ്മഫലം കൊണ്ട് നിങ്ങളെ ശ്രേഷ്ഠരാവണ്ടേ? അതുണ്ടോ? അല്ലേ? ഞാനറി അനേകമായിരം അല്ലേ വാക്കുകൾ കൊണ്ട് അനർത്ഥമാക്കാത്തക്കവണ്ണം അല്ലേ 10 പലരും കൂടിയിരിക്കുന്ന ഞങ്ങളെ കാണാനുള്ള നാട്ടിരിക്കുന്ന ഭക്തർ നിറഞ്ഞിരിക്കുന്ന ഇരുകരങ്ങളോട് കൂടിയിരിക്കുന്നതായ ആ അനുഭവം അനുവദിച്ചു. ഇതൊന്നും തല്ലിപ്പഴപ്പിക്കുന്നതായിരിക്കുന്ന കാര്യാദികളല്ല അല്ലേ? അതെ, നിങ്ങളതായിരിക്കുന്ന കുടുംബാദികൾ പാരമ്പര്യമായിട്ട് ചെയ്തു പോരുന്നതായിരിക്കുന്ന കർമ്മ വഴികളാണ്. അതുകൊണ്ട് അതിന് മുടക്കം വന്നു പോകുന്നു എന്ന് തോന്നുന്ന കാലനേരത്ത് അതിന് മുടക്കം വരുത്താതെ കൊള്ളേണ്ടത് പിന്നെയുള്ളതായിരിക്കണം നിങ്ങളെപ്പോലുള്ള ആൾത്തരങ്ങളാണ്. അത് ഇവിടെ നിന്ന് ചൊല്ലിയില്ല, അല്ല എൻ്റെ ഭഗവാൻ ചൊല്ലിയില്ല, പണ്ടോ 4 വർഷം മുൻപേതുമായിട്ട് എൻ്റെ പ്രവർത്തിക്കാർ ചൊല്ലിയില്ല എന്നൊന്നും കരുതണ്ട. നിൻ്റെ കർമ്മ വഴി എന്താണോ അത് ചെയ്യുക. മറ്റുള്ളവർ എന്ത് പറയുന്നോ തന്നോട് എങ്ങനെ പെരുമാറുന്നോ എന്നുള്ളതല്ല നോക്കേണ്ടത്. നിന്നാൽ നിക്ഷിപ്തമായിട്ടുള്ളതായിരിക്കുന്ന കർമ്മം നീ ചെയ്തോ. എവിടെയാണ് വളവ് അവിടെ ഭഗവാൻ ആണിയടിക്കാം കേട്ടോ. ഇഷ്ടമായിട്ടിരിക്കുന്ന കാര്യാദികൾ ഇനി അങ്ങോട്ട് മുൻപോട്ട് ഭക്തിയാമ്പരത്തരം ഒന്ന് നീങ്ങി ഭക്തിയെടുക്കുന്നൊക്കെ മാത്രം കൊടുത്തു വന്നിരിക്കുന്ന ഭക്തന്മാർക്ക് അനുകൂലമായിരിക്കുന്ന കാര്യാദികൾ വെള്ളത്തോട് വെള്ളം കൂടി കാണുന്ന സന്തോഷമായി കേട്ടോ. 10 കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായ കാര്യാദികൾക്ക് ഇങ്ങനെയുള്ള നാട്ടിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇവിടെ നിന്നിരിക്കുന്നതായ എംപിപ്പിക്കാൻ